എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് വളരെ കുറച്ചാണ് വരുന്നത്. നേരത്തെ 150 140 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന TCS മോക്കിൽ അത്രയും കിട്ടുന്നവർക്ക് ഇപ്പോൾ 110 100 റേഞ്ചിലാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിച്ചതെല്ലാം മറന്നു പോയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് ഗുണമില്ലാത്തതുകൊണ്ടോ ഇത്രയും നാൾ പഠിച്ചതെല്ലാം വെറുതെ ആയതുകൊണ്ടോ അല്ല അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ അവർ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നൊരു എക്സാമിൽ അതിൻ്റെ ആൻസർ കീ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ ഒരു 10% ചേഞ്ചാണ് സിലബസിലും പാറ്റേണിലും അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ഒക്കെ വന്നതെങ്കിൽ ഇപ്പോൾ ഇവർ നടത്തുന്ന ഇപ്പം പുതിയതായിട്ട് നിങ്ങൾ എഴുതുന്ന മോക്ക് ടെസ്റ്റിൽ 30-40% എന്ത് ചെയ്യുന്നത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റിനും ലെങ്തിയർ ആയിട്ടുള്ള ക്വസ്റ്റിനും ചെയ്യുന്നത്. ഇപ്പോൾ 60 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ 100 ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുക. കുറേ ഡീവിയേഷൻ വന്നിട്ടാണ് ഔട്ട് ഓഫ് സിലബസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ കാര്യം വൃത്തിയായിട്ട് പഠിക്കുക. ഇനി CGL വരുമ്പോൾ ഈ ഒരു ലെവലിലാവണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു കുറവിൻ്റെയും ഇതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. അവരെന്ത് ചെയ്തുകൊണ്ടാണ് പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ലെങ്തിയർ ആയിട്ടുള്ള ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സാധനത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ പെർസെൻറ്റേജിലും ഒരു പ്രശ്നമുണ്ട്. പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 85% ആയാലും നിങ്ങൾ നല്ല മാർക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു എഴുതുന്ന കുറേ എണ്ണം കാണും. അവരെന്ത് ചെയ്യും, ഒരു ഡിവൈസിൽ നിന്ന് എഴുതും, വേറൊരു ഡിവൈസിൽ നിന്ന് എഴുതും. അപ്പോൾ അവർക്ക് എന്തോ ഒരു സുഖമാണ്. ആ നോർത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ 1-2 വട്ടമൊക്കെ എഴുതി അല്ലെങ്കിൽ പിന്നെ ഒരു വട്ടം എഴുതി കഴിഞ്ഞിട്ട് ആൻസർ നോക്കിയിട്ട് പിന്നെ ചെയ്യുന്നവരുണ്ട് ടോപ്പ് റാങ്കിൽ വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എഴുതുമ്പോൾ ഈ പെർസെൻറ്റേജിലും എന്ത് വരും, ചേഞ്ച് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു പഠിച്ച ലെവലിൽ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് കവർ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് തെറ്റുന്ന ടോപ്പിക്ക് കവർ ആയിട്ടുണ്ടോ, എന്തുകൊണ്ടാണിത് തെറ്റിയെന്ന് മാത്രം നോക്കുക. അതിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അല്ലാതെ ഇതിനെ ഓവറായിട്ട് ചിന്തിച്ചിരുന്നാൽ നിങ്ങളുടെ ഈ ഒരു എക്സാം കുളമായി പോകത്തേ ഉള്ളൂ. എന്തായാലും പരീക്ഷ നടക്കും, കുറേ പേർക്ക് ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൽ ഒരാളാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യത്തെ വിശ്വസിക്കുക, സിലബസ് കംപ്ലീറ്റ് ആയത് പഠിച്ചത് വിശ്വസിക്കുക. പുതിയ മോക്ക് എഴുതുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വേണം, പുതിയ ഇൻ്റർഫേസിന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് ഞാൻ ആ മോക്ക് എഴുതുന്നത് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. ഇവരല്ല ഒറിജിനൽ എക്സാം നടത്തുന്നത്, സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്ന ഇവരല്ല, ഈ മോക്ക് നടത്തുന്നവരല്ല. അപ്പോൾ നമ്മൾ പുതിയ പാറ്റേൺ എഴുതിയെന്ന് വെച്ചാൽ എഴുതണം, പക്ഷെ അത് ആ ഒരു ഇൻ്റർഫേസിനോട് സെറ്റാവാൻ വേണ്ടിയായിരിക്കണം. ബാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് എന്താണോ നിങ്ങൾ ഇതുവരെ പഠിച്ചത് അത് തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് സെറ്റായിട്ട് പോവുക. പുതിയ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് പഴയ പഠിച്ചതിനെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയരുത്. അതിൻ്റെ സമയമല്ല ഇപ്പോൾ ഉള്ളത്. അതൊക്കെ CGL നടന്ന് അത് CGLൻ്റെ കീയൊക്കെ വന്ന് 1-2 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പുതിയതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും എന്ത് കാണും, ജോലി കിട്ടുന്നവർ കാണും. അപ്പോൾ വെറുതെ അത് സംഭവിക്കുമോ, എനിക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ സമയം പോകത്തേ ഉള്ളൂ. സംഭവിക്കാനുള്ളത് സംഭവിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ടെൻഷനിലാണ്, അതുകൊണ്ടാണ്.